ഇത്രയും പച്ചക്കറി ഉണ്ട്, അതുകൊണ്ട് ഒരു അവിയലുണ്ടാക്കാം. മുരിങ്ങക്ക, ബീൻസ്, വാഴയ്ക്ക, കിഴങ്ങ്, പടവലങ്ങ, ക്യാരറ്റ്, ഉള്ളി, കറിവേപ്പില, മാങ്ങ, ഇതൊക്കെ കൊണ്ട് ഒരു അവിയലാക്കാം. തേങ്ങ ചിരണ്ടണം. കപ്പ വേവിച്ച് മുളകിടാനുള്ളത്. പിലോപ്പി മീൻ കറി വെച്ചത്. കപ്പയ്ക്കരയ്ക്ക് ചേർന്നുള്ള മുളക്, ഉള്ളി, കറിവേപ്പില ഇതൊക്കെ മിക്സിയിൽ ഒതുക്കിയെടുക്കണം. തേങ്ങ, ഉപ്പും ഒതുക്കിയെടുക്കണം. അവിയലിൻ്റെ കഷ്ണങ്ങൾ, വാഴയ്ക്ക തൊലി പൊളിഞ്ഞിട്ട് വെള്ളത്തിട്ട് ഇതെല്ലാം അരിഞ്ഞെടുക്കാം. തേങ്ങ, പച്ചമുളക്, ജീരകം ഇതെല്ലാം ഒതുക്കിയെടുക്കാം. കപ്പകളുടെ അരപ്പ് ഒതുക്കി വെച്ചു. ഈ കപ്പ എന്തോന്ന് നോക്കാം. കപ്പ വെന്ത് ഊറ്റി മുളകിടാം. കുറച്ച് വിറക് കത്തിച്ച് അടുപ്പത്ത് വേവിക്കും. കപ്പ കയറ്റി മുളകിട്ടു, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഇതൊന്ന് ആവിയേറ്റി വെള്ളം പറ്റിച്ചെടുക്കുന്നു. കപ്പ വേവിച്ചുള്ള അവിയൽ ചേർക്കാൻ കുറച്ച് ജീരകം, ഉള്ളി, മുളക് ഒക്കെ ഒതുക്കിയെടുത്തിട്ട് തേങ്ങയുടെ ചിരണ്ടി ഒതുക്കിയെടുക്കാം. കപ്പയ്ക്കകത്ത് വെള്ളം പറ്റി ആവി കയറി ഇളക്കിയെടുക്കാം. തീയെടുക്കാം. ഇളക്കി മുളകൊക്കെ ഇളക്കി കപ്പ വേവിച്ച് റെഡിയായി. കപ്പ വേവിച്ചത്, പിലോപ്പി തലഭാഗം കറി വെച്ചത്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു. ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കഴിക്കുന്നു. മാങ്ങ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ചേർക്കും. തിളയ്ക്കാൻ ഇളക്കി വെള്ളം പറ്റി വെന്ത് തുടങ്ങി. ഈ മാങ്ങ ഇതിനകത്തേക്ക് ഇടുന്നു. കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഇളക്കി ഒന്നുകൊണ്ട് വേവിക്കുന്നു. അവിയലിൻ്റെ കഷ്ണത്തിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. മഞ്ഞൾ ചേർത്ത് ഒന്നുകൊണ്ട് വേവിക്കും. മാങ്ങ ഇട്ട് വേവിക്കും. അപ്പോഴത്തേക്ക് അരപ്പിട്ടുന്നത് തേങ്ങ ചിരണ്ടി ഒതുക്കി. അവിയലിന് ചേർക്കാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി ഒതുക്കിയെടുക്കണം. ഒരു തേങ്ങയിൽ കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. തേങ്ങയ്ക്ക് നല്ല വില ആയതുകൊണ്ട് ഒരു മുറി മാത്രമേ ചിരണ്ടിയുള്ളൂ. അവിയലിനുള്ള അരപ്പൊതുക്കി ഇനി അവിയൽ കഷ്ണത്തിലേക്ക് ചേർക്കാം. അവിയൽ കഷ്ണങ്ങൾ വേഗം വെച്ച് വെള്ളമൊക്കെ പറ്റി ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിലേക്ക് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും. വെളിച്ചെണ്ണ ഒഴിക്കും. അവിയൽ വെള്ളം പറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ നിർത്തിക്കണം. അവിയൽ റെഡി. മാങ്ങ കിടപ്പം അവിയൽ വെച്ചു. മുരിങ്ങക്ക കട്ട് വിട്ടാൽ